ഹലോ, ഞാൻ ഡോക്ടർ ആരതി രവി, കൺസൾട്ടന്റ് ഫാമിലി ഫിസിഷ്യൻ, മദർ ഹെൽത്ത് കെയർ, കക്കട്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ OPD പേഷ്യൻസിനെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഒരു 50% കൂടുതൽ ആളുകളും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വന്നവരായിരുന്നു. അതായത് നമുക്കറിയാം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതേപോലെ ഹൃദ്രോഗം, ഫാറ്റി ലിവർ, PCOS തുടങ്ങി ഇതിൽ എല്ലാം ഉൾപ്പെടുന്ന ഒരുപാട് രോഗികളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാനൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് നോക്കിയപ്പോൾ എല്ലാവരിലും അമിതവണ്ണം എന്ന് പറയുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അമിതവണ്ണത്തെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അമിതവണ്ണം അളക്കുന്നത്? നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേന്റെ പുതിയൊരു സ്റ്റഡി പ്രകാരം അവര് അരക്കെട്ടിന്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് വെച്ചിട്ടാണ് അമിതവണ്ണത്തെ വിലയിരുത്തിയത്. ഈ പഠനം തെളിയിക്കുന്നത് ഇന്ത്യയിലെ 40% സ്ത്രീകളിലും അമിതവണ്ണം ഉണ്ടെന്നാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് 65.4% ഉയർന്നിരിക്കുന്നു. വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. കാരണം നമ്മുടെ കേരളത്തിൽ 65% സ്ത്രീകളും അമിതവണ്ണം ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും 10 മടങ്ങ് അധികമാവും. അതുകൊണ്ട് തന്നെ അമിതവണ്ണത്തെ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കൺവെൻഷനലി നമ്മൾ BMI ഉപയോഗിച്ചുകൊണ്ടാണ് അമിതവണ്ണത്തെ കുറിച്ച് പഠിച്ചിരുന്നത്, അതായത് ബോഡി മാസ് ഇൻഡെക്സ്. ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടോട്ടൽ ബോഡി വെയിറ്റ് ഇൻ കിലോഗ്രാംസിനെ നമ്മൾ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് BMI എന്ന് പറയുന്നത്. ഈ BMIന്റെ വാല്യൂ അനുസരിച്ച് 18 താഴെയുള്ളവരെ നമ്മൾ അണ്ടർ വെയിറ്റ് എന്നും 18 മുതൽ 25 വരെ വരുന്നവരെ നോർമൽ വെയിറ്റ് ആയും 25 മുകളിൽ വരുന്നവരെ അമിതവണ്ണം അതായത് ഓവർ വെയിറ്റ് ആയും 30 മേലെയുള്ളവരെ ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പൊ ഈ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ടോട്ടൽ ബോഡി വെയിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ബോണിന്റെ മാസ് ഉണ്ട്, മസിൽ മാസ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ഓർഗൻസിന്റെ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ടോട്ടൽ ബോഡി വെയിറ്റിലേക്ക് വരുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഫാറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് പുതിയ തരം ടൂൾസ്, അതായത് മറ്റുള്ള അളവുകോലുകൾ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് ഇതിനെ കാണിക്കുന്നത്. അതുപോലെയല്ല, നമ്മൾ ചിലപ്പോൾ തന്നെ ആളുകളെ കാണുമ്പോൾ പറയാറുണ്ടോ ഇവർ ഇത്രയും മെലിഞ്ഞവരാണ്, എന്നിട്ട് എന്താ ഇവർക്ക് ഇങ്ങനെ ഷുഗറും ഇതൊക്കെ വരുന്നത് എന്നുള്ളത്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ തിൻ ഔട്ട്സൈഡ് ബട്ട് ഫാറ്റ് ഇൻസൈഡ് എന്ന് പറയുന്നത്, അതായത് ടോഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് കാണുമ്പോൾ വളരെ മെലിഞ്ഞിരിക്കും, എന്നാൽ ഇവരുടെ ഫാറ്റിന്റെ അളവ്, ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിന്റെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. ഒരുപക്ഷെ പേശിക്ഷയവും മറ്റും കാരണമായിരിക്കാം അവര് മെലിഞ്ഞായിട്ട് തോന്നുന്നത്. അപ്പൊ BMI ഇവർക്ക് നോർമൽ ആയിരിക്കാം. അതേപോലെ തന്നെയാണ് നോർമൽ വെയിറ്റ് ഒബിസിറ്റി എന്ന് പറയുന്നത്. അവിടെയും ഇതേപോലെ അവരുടെ വെയിറ്റ് നോർമൽ ആയിരിക്കും, പക്ഷെങ്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പൊ ഈ ടോഫി അതേപോലെ തന്നെ നോർമൽ വെയിറ്റ് ഒബിസിറ്റി ഇത്തരക്കാരിലും എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിനെ കണക്കാക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ അളവുകോലുകൾ നിർദ്ദേശിക്കുന്നതാണ് ഇപ്പോഴത്തെ പഠനങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ BMIന്റെ ഒരുപാട് പ്രശ്നങ്ങളും ലിമിറ്റേഷൻസും ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള അളവുകോലുകളാണ് ഇപ്പൊ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ വരുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞ അരക്കെട്ടിന്റെ ചുറ്റളവ് അഥവാ അബ്ഡോമിനൽ സർക്കംഫറൻസ്, അതായത് വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുൻവശത്തുള്ള വാരികലിന്റെ ഏറ്റവും താഴത്തെ ഭാഗവും നമ്മുടെ ഇടുപ്പലിന്റെ ഏറ്റവും മേലത്തെ ഭാഗവും തമ്മിൽ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ്, അതായത് മധ്യത്തിലുള്ള പോയിന്റ് കണ്ടെത്തിയതിനു ശേഷം നമ്മളൊരു മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ച് അത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി നമ്മുടെ അമ്പലിക്കസിന്റെ അല്ലെങ്കിൽ പൊക്കിൾക്കൊടിയുടെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ മെഷർമെന്റ് നമ്മൾ 3 തവണ എടുത്തതിന് ശേഷം അതിന്റെ ആവറേജ് എടുത്തിട്ടാണ് വേസ്റ്റ് സർക്കംഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്നതിലുള്ള തെറ്റാണ്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്വാസം വിട്ടതിന് ശേഷമായിരിക്കണം ഈ അളവ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന വേസ്റ്റ് സർക്കംഫറൻസ് സ്ത്രീകളിലാണെങ്കിൽ 80 വരെയും പുരുഷന്മാരിലാണെങ്കിൽ 90 വരെയും പോകുന്നതാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുമ്പോഴാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിൽ 80 വരെയും പുരുഷന്മാരിൽ 90 വരെയും നോർമലാണ്. ഇതുപോലെയുള്ള മറ്റു 2 അളവുകളാണ് ഹൈറ്റ് വേസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരാളുടെ ഹൈറ്റും ഈ പറഞ്ഞ വേസ്റ്റിന്റെയും അനുപാതമാണ് നമ്മൾ നോക്കുന്നത് അവിടെ. അപ്പൊ ഒരു 160 സെന്റിമീറ്റർ ഉള്ള നീളമുള്ള ഒരാൾക്ക് 80 സെന്റിമീറ്റർ വരെ വേസ്റ്റ് സർക്കംഫറൻസ് ആവുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതായത് ഒരു 50% താഴെയാണ് നോർമൽ എന്ന് പറയുന്നത്, 50% മേലെ അമിതവണ്ണമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഈ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറഞ്ഞ വേസ്റ്റ് സർക്കംഫറൻസും ഇടുപ്പിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ഉള്ള സർക്കംഫറൻസ് കണ്ടതിന് ശേഷം അതിന്റെ രണ്ടിന്റെ റേഷ്യോ ആണ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളിൽ 0.8 വരെയും പുരുഷന്മാരിൽ 0.9 വരെയാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ അമിതവണ്ണവും കുടവയറും ഒക്കെ കുറയ്ക്കുന്നത്?
അപ്പൊ ഏറെക്കാലമായുള്ള വ്യായാമ നിരക്കിലും ഭക്ഷണത്തിലും ഉണ്ടാവുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലനാവസ്ഥയാണ് ഈ ഫാറ്റ് ഡെപ്പോസിഷന് കാരണമാവുന്നത്. ഇപ്പൊ ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റിൽ നിന്നും ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവുകയും അത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് അനാരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനുള്ള പോംവഴി എന്ന് പറയുന്നത് ഈ ഇംബാലൻസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വ്യായാമവും ഭക്ഷണ രീതിയിലും ഉള്ള നിരക്കിലുള്ള ഇംബാലൻസിനെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രിവെന്റ് ചെയ്യുക. അപ്പം ഇതിൽ വ്യായാമം നമുക്ക് എങ്ങനെ ശീലമാക്കാം? വ്യായാമത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നടത്തം, പതിവായിട്ടുള്ള നടത്തം ശീലമാക്കുക. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 30 മിനിറ്റെങ്കിലും, കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുക എന്നുള്ളതാണ്. അത് 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം എങ്കിലും 30 മിനിറ്റ് നടക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നടത്തം മാത്രം പോരാ, നമുക്ക് പേശിബലം കൂട്ടാനുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ നമ്മൾ ശീലിക്കേണ്ടതാണ്. ഇനി ഭക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ഭക്ഷണ രീതികളും ഇതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷന് കാരണമാവുന്നതാണ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. നമ്മുടെ ബോഡിയിലേക്ക് ഫ്രീ കലോറീസ് കുറെ പോകുന്ന ഭക്ഷണങ്ങൾ, അതായത് നമുക്ക് ശീതളപാനീയങ്ങൾ, മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ പാടെ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പലഹാരങ്ങൾക്ക് പകരം കറി വെച്ചിട്ടുള്ള എണ്ണ കുറച്ചുകൊണ്ടുള്ള ആഹാരങ്ങൾ ശീലമാക്കാവുന്നതാണ്. എല്ലാവരും ഇന്ന് തന്നെ വെയ്സ്റ്റ് സർക്കംഫറൻസ് നോക്കുക. അമിതവണ്ണം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശാശ്വതവും പ്രാവർത്തികവുമായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് നമുക്ക് ഒരുപാട് ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ്, ഈ പറഞ്ഞ പോലെ വ്യായാമം, ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ചെറുതായിട്ട് തന്നെ ശീലിക്കുക. അതുകൂടാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് സ്ക്രീൻ ടൈം കുറക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റിന് പകരം സ്റ്റെയർ കേസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെറിയ ദൂരത്തിലേക്ക് നടന്നു പോയി സാധനങ്ങൾ വാങ്ങുക. ഇത്തരത്തിലുള്ള ചേഞ്ചസ് കൂടെ നമുക്ക് ലൈഫിൽ കൊണ്ടുവരാം. സ്റ്റേ ആക്റ്റീവ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.